പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടി പരിധിയായ ഡോറസൈന്യത്തെയും കുടുംബാംഗങ്ങളെയും ബന്ധുമിത്രാദികളെയും സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് യാത്രയുടെ ചുറ്റും നമ്മളായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ദുഃഖത്തിൻ്റെ ദിനമല്ല, മറിച്ച് സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെയും പ്രാർത്ഥനയുടെയും ഒരു ദിനം കൂടിയാണെന്ന് തീർച്ചയായിട്ടും പരേതിയായ ഡോറാസൻ നമ്മളെ വിട്ടുപിരിഞ്ഞുവെങ്കിലും ഇപ്പോഴും ഓർമ്മകളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഇപ്പോഴും നമ്മൾ സൂക്ഷിക്കാറുണ്ട്. സദൃശവാക്യങ്ങൾ എന്ന പുസ്തകത്തിൽ 10-ാം അധ്യായം 7-ാം ഖണ്ഡികയിൽ പ്രകാരം പറയുന്നുണ്ട്, നീതിമാന്റെ മരണം എപ്പോഴും അനുഗ്രഹമാണെന്ന്. തീർച്ചയായിട്ടും ശരീരം മാത്രമേ നമ്മളോട് വിട പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോഴും ഓർമ്മകളും നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ കുടുംബങ്ങളിലും എപ്പോഴും ജീവിക്കുന്നുണ്ട്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് ലേഖനത്തിൽ പറയുന്നുണ്ട്, നമ്മൾ ജീവിച്ചാലും മരിച്ചാലും നമ്മൾ കർത്താവിലുള്ളവരാണ്. തീർച്ചയായിട്ടും മരണം ഒരു അവസാനമല്ല, മറിച്ച് ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കമാണ്. ദൈവത്തിന്റെ സന്നിധിയിലേക്കുള്ള യാത്രയുടെ പുതിയ തുടക്കം. ഇതിൽ വേണ്ടി അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വീണ്ടും ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ കരുണയിലും സ്നേഹത്തിലും പരിധിയായ ഈ സഹോദരിയെ പൂർണ്ണമായിട്ടും നമ്മൾ സമർപ്പിക്കുകയാണ്. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ വിശുദ്ധ ഇപ്രകാരം പറയുന്നുണ്ട്, ഞാൻ സ്വർഗത്തിൽ എത്തിച്ചേരുമ്പോൾ ഭൂമിയിൽ നന്മ വർഷിക്കുമെന്ന്. തീർച്ചയായിട്ടും പരിധിയായ ഡോറാസൈമൺ ഇപ്പോൾ സ്വർഗത്തിൽ നിന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവും. നമുക്കും ആ സഹോദരിക്ക് നൽകുവാനുള്ളത് നമ്മുടെ പ്രാർത്ഥനയാണ്. എന്നെ ദൈവത്തിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആ സഹോദരി നിത്യശാന്തി നൽകണമെന്നും ദൈവത്തിന്റെ തിരികെ ദർശിക്കുവാനുള്ള ഭാഗ്യവും കൃപയും ഉണ്ടാകണമെന്ന് നമുക്ക് ഈ ബലിയിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്നെല്ലാം വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എന്റെ പിഴ ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാതാപിതാക്കളോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞു നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ.
നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവായ ദൈവമേ, അങ്ങേ പുത്രൻ മരിക്കുകയും ഉത്ഥാനം ചെയ്യുകയും ചെയ്തു എന്ന വിശ്വാസം ഞങ്ങൾ ഏറ്റുപറയുന്നു. ഈ പുത്രനിൽ നിദ്ര പ്രാപിച്ച അങ്ങേ ദാസി ഡോറ സൈമനെ ഈ ദിവ്യരഹസ്യത്താൽ അവിടുന്ന് വഴി ഉത്ഥാനം ചെയ്ത ആനന്ദിക്കുവാൻ കരുണാപൂർവം അനുഗ്രഹിക്കണമേ. പിതാവിനോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നെന്ന് ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, കടലും അപ്രത്യക്ഷമായി. വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു, ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ. അവിടുത്തെ അവിടുത്തെ വസിക്കും, അവർ അവിടുത്തെ ജനമായിരിക്കും. അവിടുന്ന് അവരോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും. ഇനി മരണം ഉണ്ടാവുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ പറഞ്ഞു, ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു. സംഭവിച്ചു കഴിഞ്ഞു. ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ആദിയും അന്തവും. ദാഹിക്കുന്നവന് ജീവജലത്തിന്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും. വിജയം വരിക്കുന്നവന് ഇവയെല്ലാം അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവിന്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവിന്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിൽ അവിടെ നിന്ന് വിശ്രമം വരുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ നിന്ന് നയിക്കുന്നു. അവിടെ നിന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. കർത്താവിന്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. തന്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. കർത്താവിന്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എന്റെ ശത്രുക്കളുടെ മുന്നിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. കർത്താവിന്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിന്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. കർത്താവിന്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. യേശു ഉദ്ഘോഷിച്ചു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിൽ നിന്ന് മറച്ച് ശിശുക്കൾക്ക്. കർത്താവ് നിങ്ങളോട് കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശു നായിൻ എന്ന പട്ടണത്തിലേക്ക് പോയി. ശിഷ്യന്മാരും വലിയ ഒരു ജനക്കൂട്ടവും അവനെ അനുഗമിച്ചു. അവൻ നഗരകവാടത്തിലെത്തിയപ്പോൾ മരിച്ചുപോയ ഒരുവനെ ചിലർ എടുത്തുകൊണ്ടുവന്നത് കണ്ടു. ഒരു വിധവയുടെ ഏക പുത്രനായിരുന്നു അവൻ. പട്ടണത്തിൽ നിന്ന് വലിയ ഒരു ജനക്കൂട്ടവും അവളോടൊപ്പം ഉണ്ടായിരുന്നു. അവളെ കണ്ട് മനസ്സിലിന് കർത്താവ് അവളോട് പറഞ്ഞു, കരയേണ്ട. അവൻ മുന്നോട്ട് വന്ന് ശവമഞ്ചത്തിന്മേൽ തൊട്ടു. അത് വഹിച്ചിരുന്നവർ നിന്നു. അപ്പോൾ അവൻ പറഞ്ഞു, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരുന്നു. അവൻ സംസാരിക്കുവാൻ തുടങ്ങി.
യേശു അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവരും ഭയപ്പെട്ടു. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു. ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. അവനെ പറ്റിയുള്ള ഈ വാർത്ത യൂദയ മുഴുവനിലും പരിസരങ്ങളിലും പറഞ്ഞു. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സഹോദരങ്ങൾ വന്ന് തന്റെ പിതാവായി കാണപ്പെടുവാൻ കനിയണമെന്ന കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജ്ഞാനസ്നാനം വഴി ഒരു നിത്യജീവന്റെ ആരംഭം സ്വീകരിച്ച് മരണപ്പെടുന്ന ഈ സഹോദരി ഡോറ സൈമനെ വിശുദ്ധരുടെ നിത്യസഹവാസത്തിൽ പങ്കുചേരുവാൻ തിരുവണ്ണമാവുന്ന കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിത്യജീവന്റെ അപ്പമായ ക്രിസ്തുവിന്റെ ശരീരം ഭുജിച്ച ഈ സഹോദരിയെ അവിടുന്ന് അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾ, നമ്മളോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടവരുടെ നിയോഗങ്ങൾ, അവയെല്ലാം കർത്താവിന്റെ ഈ ബലിപീഠത്തിലേക്ക് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരുടെ പ്രാർത്ഥന അങ്ങേ വിശ്വാസികളുടെ ആത്മാക്കൾക്ക് ഉപകരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവരെല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുകയും അങ്ങേ പരിത്രാണത്തിൽ പങ്കാളിയായി തീരുവാൻ ഇടയാക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സഹോദരരെ, എന്റെയും നിങ്ങളുടെയും പേരിൽ സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ നാമത്തിലെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ സ്വഭാവങ്ങളുടെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ ദാസി ഡോറ സെമന്റെ രക്ഷയ്ക്കായി അങ്ങേ കാരുണ്യം യാചിച്ചുകൊണ്ട് അങ്ങേക്ക് ഈ കാഴ്ചകൾ ഞങ്ങൾ വിനയപൂർവം അർപ്പിക്കുന്നു. അങ്ങേ പുത്രൻ സ്നേഹാതനായ രക്ഷകനാണെന്ന് സംശയം ഏറ്റുപറഞ്ഞ ഇയാൾ കാരുണ്യവാനായ വിധികർത്താവായ അവിടുത്തെ ദർശിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ.
കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുകയും കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങനെപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരമാണ്. അവിടുന്ന് ലോകത്തിന്റെ രക്ഷയും മനുഷ്യരുടെ ജീവനും മരിച്ചവരുടെ ഉത്ഥാനവുമാകുന്നു. മാനവൃന്ദങ്ങൾ അങ്ങേ തിരുസന്നിധിയിൽ നിത്യാനന്ദത്തിലാടി അങ്ങേ ആരാധിക്കുന്നു. അവരുടെ ഗാനത്തോട് ഞങ്ങളുടെ എളിയ സ്വരവും ചെയ്യുവാൻ കൽപ്പിച്ച് അനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ആഹ്ലാദപൂർവം ആലപിക്കുന്നു. പരിശുദ്ധൻ, പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ഡലവും. ഹോസാന, ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന, 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 അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. ഹോസാന, ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന, 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 അത്യുന്നതങ്ങളിൽ ഹോസാന. സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാണ് മഞ്ഞുകണം പോലെ ഈ കാഴ്ചകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാനമാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എന്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുന്നു. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതന
അനുഗ്രഹമായ ഉടമ്പടിയുടെ താളപത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്നു. അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധമൊത്ത് നെറ്റിച്ചേർന്ന് പങ്കുചെയ്യുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും സമാധാനം ആശംസിക്കുന്നു. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാണ്. ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാവിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. ദേശിലേക്ക് എത്തിച്ചേരുവാൻ കാരുണ്യപൂർവം അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുകയാണ്. കർത്താവ് നിങ്ങളോടുകൂടി. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, കർത്താവിന്റെ സുവിശേഷം അറിയിക്കുവിൻ. നിത്യപുരോഹിതനായ യേശു അങ്ങേ ദാസനായ ഹൃദയത്തിൽ യാതൊരു അബദ്ധം വരാതെ അങ്ങേ ഹൃദയത്തെ അഭിനന്ദനമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങയുടെ രക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മകനെ പരിശീലിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കൾ നിറയ്ക്കണമേ. അങ്ങയുടെ കൂടെ ആയിരിക്കാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കുവാനും അവർ സദാ ഉത്സുകരാകട്ടെ. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷയിലുള്ളവർ ഇക്കത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പലരുടെ നിസ്വഭാവികളോടും ആയിത്തീരട്ടെ. ലോകരക്ഷകനായ യേശു അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും സന്യാസികളെയും ആത്മായ പ്രേക്ഷകരെയും പ്രദാനം ചെയ്യണമേ. വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.
പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബമേ, ഞങ്ങളുടെ നിർമ്മലമായ കാവലമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവ് നിങ്ങളോട് കൂടെ. പ്രിയ സഹോദരരെ, നമ്മൾ ഇന്ന് പേര് പിരിഞ്ഞു പോയ നമ്മുടെ പ്രിയ സഹോദരി ഡോറ സൈനിന്റെ ആത്മശാന്തിക്കായി സ്വർഗീയ പിതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഭക്തിതീഷ്ണതയോടും സജീവമായ വിശ്വാസത്തോടും കൂടി ഈ പ്രാർത്ഥനാഞ്ജലിയിൽ നമുക്ക് പങ്കുകൊള്ളാം. പരേതരുള്ള സ്നേഹത്താലും ക്രിസ്തീയ പ്രത്യാശയാലും പ്രേതരായി നാം അർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കാരുണ്യവാനായ ദൈവം സ്വീകരിച്ച് ഇയാൾക്ക് വ്യക്തിവിശ്രാന്തി നൽകുമാറാകട്ടെ. ശബ്ദം കേൾക്കണമേ, അൻപോടൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. പാപങ്ങളെല്ലാം നീ ഓർത്തിടുകിൽ, ആർക്കുള്ളോ രക്ഷയിൽ പാരിടത്തിൽ. ഞങ്ങൾ തൻ പാപങ്ങൾ പോക്കിടുന്ന കർത്താവേ നിന്നെ വണങ്ങിടുന്നു. നീയല്ലോ മാമക ജീവിതാശ, ആത്മാവിൻ പ്രത്യാശ നിൻമൊഴിയും. ഇരവാകെ കാവൽക്കാർ ജാഗരയിൽ പുലരിയെ പാർത്തിരിക്കുന്നത് പോ. മൽപ്രാണൻ ദൈവത്തെ കാത്തിരിക്കൂ, ഇസ്രയേലുമേവം പ്രത്യാശ വെച്ചു. ഇസ്രയേലിൻ രക്ഷകൻ നീയാണല്ലോ, കാരുണ്യം തൂകുന്ന പാലകനും. വിശ്വം വെടിഞ്ഞോർക്കൻ ദൈവമേ നീ, ശാശ്വത വിശ്രാന്തി നൽകിടണേ. നിത്യമാം ശിക്ഷാ വിധിയിൽ നിന്നും മൃത്യു വരിച്ചോരെ മോചിക്കണേ. മങ്ങാത്ത ദിവ്യ പ്രകാശത്തിനായി വിശ്രമം കൊള്ളട്ടെ എന്നുമെന്നും. കർത്താവേ എൻ ശബ്ദം കേൾക്കണമേ, അൻപോടൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുമുള്ള വായന. അക്കാലത്ത് യേശു അരുൾ ചെയ്തു, പിതാവ് എനിക്ക് നൽകിയിട്ടുള്ളവരെല്ലാവരും എൻ്റെ അടുക്കൽ വരും, എൻ്റെ അടുക്കൽ വരുന്നവൻ ഞാൻ തിരസ്കരിക്കുകയുമില്ല. എൻ്റെ ഇഷ്ടം നിറവേറ്റുവാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റുവാനാണ് ഞാൻ സ്വർഗത്തിൽ നിന്നും വന്നിട്ടുള്ളത്. എനിക്ക് നൽകിയിട്ടുള്ളവരിൽ ഒരുവൻ പോലും നഷ്ടപ്പെടാതെ അവസാന ദിവസം അവരെ ഞാൻ ഉയർപ്പിക്കണമെന്നതാണ് എന്നെ അയച്ചവൻ്റെ ആഗ്രഹം. പുത്രനെ കാണുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരെല്ലാവരും നിത്യജീവൻ പ്രാപിക്കണമെന്ന് എന്നെ അയച്ച പിതാവ് ആഗ്രഹിക്കുന്നു. അവസാന ദിവസം അവരെ ഞാൻ ഉയർപ്പിക്കും. കർത്താവിന്റെ സുവിശേഷം. സഹോദരരെ, മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചവനും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമായ സർവേശ്വരനോട് നമ്മുടെ പരേതയെ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവിടുത്തെ അകത്തിട്ടാൽ അവരുടെ പാപങ്ങൾ വായിച്ചു കളഞ്ഞ് വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യാനന്ദത്തിലേക്ക് അവിടുന്ന് അവരെ പ്രവേശിക്കുമാറാകട്ടെ. കർത്താവെ, ജീവിതകാലത്ത് സത്യവിശ്വാസം സംരക്ഷിക്കുകയും സൽകൃത്യങ്ങളാൽ അങ്ങയെ പ്രസാദിപ്പിക്കുകയും ചെയ്ത അങ്ങേ ദാസിയെ നീതിവാന്മാരുടെ സമൂഹത്തിലേക്ക് സ്വീകരിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങ് മരിച്ചവരെ ഉയർപ്പിക്കുകയും വിശ്വാസദാസർക്ക് സൗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ അങ്ങേ മാതാവായ കന്യകാമറിയത്തിന്റെയും സകല വിശുദ്ധയും മാധ്യസ്ഥം വഴി ഞങ്ങൾ പ്രിയ സഹോദരിയെയും
അങ്ങയുടെ വലതുഭാഗത്ത് നിർത്തുവാൻ കഴിയുമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവെ, അങ്ങേ പൈതൃകമായ പരിപാലനയിൽ പ്രത്യാശ വെച്ച പ്രിയ സഹോദരിയെ കാരുണ്യപരം കടാക്ഷിക്കുകയും അവസാന ദിവസം ആത്മശരീരങ്ങളോടെ മഹത്വമണിയുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവെ, അങ്ങയുടെ കരുണാനങ്ങളെ പരേതരായ സഹോദരെ അനുഗമിക്കുകയും അവരുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും അങ്ങയുടെ ദൈവത്താൽ അവർ സംരക്ഷിക്കുകയും ചെയ്യുവാൻ കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവെ, വിശ്വാസത്തോടും ഭക്തിയോടും കൂടെ ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന സകലരെയും വീണ്ടും സ്വർഗത്തിൽ അങ്ങേ തിരുസന്നിധിയിൽ ഒന്നിച്ചേർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സർവചരാചരങ്ങളുടെയും അധീശനായ മിശിഹായി, അങ്ങ് കുരിശിന്റെ ചിഹ്നവുമായി ദൈവദൂതന്മാരുടെ അകമ്പടിയോടെ വാനമേഖലകളിൽ പ്രത്യക്ഷപ്പെട്ട് മനുഷ്യവംശത്തെ വിധിക്കുമ്പോൾ ലോകാരംഭം മുതൽക്കേ സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് മറ്റു വിശ്വരോടൊപ്പം ഈ സഹോദരിയെയും സ്വീകരിക്കുവാൻ കഴിയണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിച്ച ഈ പ്രാർത്ഥന കേട്ടുള്ളമേ. ആമേൻ. കർത്താവേ കനിയണമേ. കർത്താവേ, കനിയണമേ.